നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 25 ഞായറാഴ്ചയാണ്, ചിങ്ങമാസം 9-ാം തീയതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള കൂടുതൽ പേർ രംഗത്ത് വന്നിട്ടുണ്ട്. ബംഗാളി അഭിനേത്രിയുടെ വെളിപ്പെടുത്തലിൽ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ഇന്നൊരു പക്ഷേ രാജി ഉണ്ടായേക്കും എന്ന സൂചനകളുമുണ്ട്. റിപ്പോർട്ടിൽ തുടർ നടപടികൾ എടുക്കുന്നതിൽ സാങ്കേതിക പ്രശ്നങ്ങളിൽ വലയുകയാണ് സംസ്ഥാന സർക്കാർ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി സൂചിപ്പാറയിൽ ഇന്ന് വീണ്ടും തെരച്ചിലുണ്ട്. വിശാഖപട്ടണത്ത് കണ്ടെത്തിയ 13 വയസ്സുകാരിയെ ഇന്ന് നാട്ടിലെത്തിക്കുന്നുണ്ട്. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ വരുന്ന ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ആദ്യം, നടി ശ്രീലേഖ മിത്ര ഉയർത്തിയ ലൈംഗിക ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കുമെന്നാണ് സൂചന. ഇടതു കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ രാജിക്കായി സമ്മർദ്ദം ഉയർന്നതോടെയാണ് രഞ്ജിത്തിന്റെ രാജി അനിവാര്യമായത്. ഇന്ന് രഞ്ജിത്തിന്റെ രാജി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും സൂചനകളുണ്ട്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങൾ. ഇപ്പോൾ സർക്കാരും ശരിക്കും പറഞ്ഞാൽ പ്രതിരോധത്തിലായിരിക്കുന്നു. ഘടകകക്ഷികൾക്കിടയിൽ നിന്ന് ഉൾപ്പെടെ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇന്ന് രാജി ഉണ്ടാകുമോ? സ്മിത, അതായത് ഇടതു കേന്ദ്രങ്ങളിൽ നിന്നടക്കം ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിന്റെ രാജിക്കായി സമ്മർദ്ദമേറുകയാണ് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്രയുടെ ലൈംഗിക ആരോപണത്തിൽ ഇത്തരത്തിൽ ഇയാൾക്കെതിരെ ഈ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാജി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ആദ്യം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അത് സൂചനകൾ മാത്രമാണ്, സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇടതു കേന്ദ്രങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഈ CPI മന്ത്രിമാരിൽ നിന്നടക്കം ഇത്തരത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിൽ നിന്ന്. ഇന്നലെ നമ്മൾ ഈ സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാന്റെ നിലപാട് കൂടി കണ്ടതാണ്. ഈ പരാതി കൊടുത്താൽ മാത്രം രാജി എന്നുള്ളതായിരുന്നു. അതിനെ തള്ളിക്കൊണ്ട് ഈ CPIയുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് രാജി അനിവാര്യമാണെന്നുള്ള രീതിയിലേക്കാണ് നടക്കുന്നത്. ഏതായാലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാംസ്കാരിക വകുപ്പ് അടക്കം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി ഈ രാജി ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്മിത, ശരി. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. യുവനടിയുടെ ലൈംഗിക ആരോപണ പരാതിയിൽ നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെ കേസെടുക്കാൻ സാധ്യത. സിദ്ദിഖ് തന്നെ പീഡിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നടി രേവതി സമ്പത്താണ് രംഗത്തെത്തിയത്. ഇന്നലെ ചേർന്ന LDF യോഗത്തിലും വിഷയം ചർച്ചയായി. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാകും തുടർ നടപടി ഉണ്ടാവുക. ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള ലൈംഗിക ആരോപണം അമ്മ സംഘടനയിലും പുതിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികളിൽ സാങ്കേതികതയിൽ തൂങ്ങി സർക്കാർ. പരാതിയില്ലാതെ കേസെടുക്കാനാവില്ല എന്ന വാദം ആവർത്തിക്കുകയാണ് മന്ത്രിമാർ ഉൾപ്പെടെ. പരാതിക്കാർക്ക് സുരക്ഷയൊരുക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ, അതിനു പിന്നാലെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്താൻ മുഖം പോലും മറയ്ക്കാതെ ധൈര്യപൂർവ്വം കടന്നുവരുന്ന നിരവധി പേർ. എന്നിട്ടും സർക്കാരിന് അനങ്ങാപ്പാറ നയം. തുറന്നു പറച്ചിലുകളിലോ റിപ്പോർട്ടിലുള്ള കണ്ടെത്തലുകളിലോ ഒരൊറ്റ FIR പോലും ഇതുവരെയും രജിസ്റ്റർ ചെയ്തില്ല. കോടതി പറഞ്ഞാൽ കേസെടുക്കുമെന്നാണ് സർക്കാരിൻ്റെ ഒരു വാദം. എന്തുകൊണ്ട് റിപ്പോർട്ടിൽ കേസെടുത്തില്ലെന്ന കോടതിയുടെ ചോദ്യം മനഃപൂർവ്വം വിസ്മരിക്കുന്നു. പരാതിക്കാരില്ലാത്തതിനാലാണ് കേസെടുക്കാത്തത് എന്നാണ് മറ്റൊരു വാദം. എന്നാൽ മാധ്യമങ്ങളിലൂടെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞവരെ അങ്ങോട്ട് സമീപിക്കാനുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പരാതി നൽകാൻ ആരെങ്കിലും തയ്യാറായി വന്നാൽ എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കുമെന്നാണ് മന്ത്രിമാരുടെ വാദം. സാങ്കേതികതകൾ പറഞ്ഞ് സർക്കാരിന് ഇനി അധിക ദിവസം മുന്നോട്ട് പോകാനാവില്ല എന്ന് ഉറപ്പ്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ വെളിപ്പെടുത്തലിൽ സർക്കാർ എന്തു ചെയ്യണമെന്ന ആലോചനയിലാണ്. സംരക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ പഴി ഇനിയും ഏറെ കേൾക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കൂടി ഉണ്ടായാൽ സിനിമാ മേഖലയേക്കാൾ പ്രതിരോധത്തിലാവുക സർക്കാരാവും. 24 തിരുവനന്തപുരം. ഇനി പ്രഭാതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. വിശാഖപട്ടണത്ത് കണ്ടെത്തിയ 13 വയസ്സുകാരിയെ ഇന്ന് കേരളത്തിലെത്തിക്കും. കേരള പോലീസ് സംഘം വിശാഖപട്ടണത്തിലെ ഗേൾസ് ഹോമിലെത്തി ഏറ്റെടുക്കൽ നടപടികളെല്ലാം പൂർത്തിയാക്കി. വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറാണെന്ന് പെൺകുട്ടി പറഞ്ഞതായി പോലീസ് സംഘം അറിയിച്ചു. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മലയാളി സമാജ പ്രവർത്തകർ ഗേൾസ് ഹോമിലെത്തി കുട്ടിയെ കണ്ടപ്പോൾ പാരൻസിൻ്റെ അടുത്തേക്ക്, മാതാപിതാക്കളുടെ അടുത്തേക്ക് വരണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് വിട്ടിറങ്ങാനുള്ള കാരണം
കാരണം ഇതടക്കം നിയമ നടപടികളിലൂടെ അത് നോക്കേണ്ടതുണ്ട്, കൗൺസിലിംഗ് ഉൾപ്പെടെ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ കുട്ടി സന്തോഷത്തോടെ വരാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത്, അല്ലേ? സ്മിത, ഈ കുട്ടി, അതായത് ഈ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ കുട്ടി ഈ വീട് വിട്ടിറങ്ങിയത് എന്തിനാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഈ പോലീസ് സംഘം മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ മാതാപിതാക്കളിലേക്ക് എത്തിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കൂ എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് പോലീസ് സംഘം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തിരുവനന്തപുരത്ത് കുട്ടിയെ എത്തിക്കുമെന്നുള്ളതാണ്. ഈ CWCയിൽ അടക്കം ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതായത് കുട്ടികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ തിരുവനന്തപുരം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഈ വിശാഖപട്ടണത്ത് നിന്നും ഈ കുട്ടിയുമായി ഈ കേരളത്തിലേക്ക്, അതായത് തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി, അതായത് വിശാഖപട്ടണത്തെ ഗേൾസ് ഹോമിൽ കഴിയുന്ന കുട്ടിയെ ഇന്ന് ഉച്ചയോടുകൂടി കേരളത്തിലേക്ക് ട്രെയിൻ കയറും. അതിനുശേഷം വൈകിട്ടോടുകൂടി ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടി ഏതായാലും സന്തോഷവതിയാണ്, ആരോഗ്യവതിയാണെന്നുള്ള കാര്യങ്ങൾ കൂടി അവിടുന്ന് വരുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സ്മിത, ശരി, ഇന്ന് വൈകിട്ടോടെയാണ് കുട്ടിയെ കഴക്കൂട്ടത്ത് എത്തിക്കുക. കൂടുതൽ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി മാതാപിതാക്കൾക്ക് കുട്ടിയെ നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കാനായി ബസ് തൊഴിലാളികൾ പിരിച്ച പണം മേപ്പാടി ക്യാമ്പിൽ കഴിയുന്ന നാസറിന് നൽകി. വടക്കാഞ്ചേരി ലക്ഷ്യ ബസ് തൊഴിലാളി സംഘമാണ് കേൾവിക്കും കാഴ്ചയ്ക്കും പരിമിതിയുള്ള നാസറിന് സഹായവുമായി എത്തിയത്. ദുരിതാശ്വാസ ക്യാമ്പിൽ തനിച്ചായ നാസറിന്റെ ജീവിതം 24-ലൂടെ അറിഞ്ഞാണ് അവർ ചുരം കയറിയത്. 24 ഇമ്പാക്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ തകർന്നുപോയ മനുഷ്യരെ സഹായിക്കാൻ കഴിയാവുന്നത് ചെയ്യണമെന്ന ചിന്തയെ വടക്കഞ്ചേരി ലക്ഷ്യ ബസ് തൊഴിലാളി സംഘത്തിന് ഉണ്ടായിരുന്നുള്ളൂ. രമേഷ് പുന്നൂസിന്റെ ഉടമസ്ഥതയിലുള്ള മീരാറാം ബസ് ഒരു ദിവസത്തെ കളക്ഷൻ ദുരന്തബാധിതർക്കായി നീക്കിവെച്ചു. കൂടാതെ തൊഴിലാളികൾ പിരിവിലൂടെയും സമാഹരിച്ചു. ഈ പണം വേദന അനുഭവിക്കുന്ന ഒരാളുടെ കയ്യിൽ നേരിട്ട് ഏൽപ്പിക്കണമെന്നായിരുന്നു കൂട്ടായ്മയുടെ ആഗ്രഹം. ഉറ്റവരുടെ താങ്ങെല്ലാം നഷ്ടപ്പെട്ട് മേപ്പാടി ക്യാമ്പിൽ തനിച്ചു കഴിയുന്ന ബധിരനും മൂകനുമായ നാസറിന്റെ ജീവിതം 24-ലൂടെ അറിഞ്ഞു. സംഘം മേപ്പാടിയിലെത്തി. നാസറിനെ കണ്ടു, സഹായം നൽകി. മേപ്പാടി ക്യാമ്പിൽ നിന്ന് ഇവർ കുടുംബമല്ലാതെ ബാക്കി എല്ലാ കുടുംബങ്ങളും പല രീതിക്കും ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കായിട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഈ 24-ലെ ന്യൂസ് കണ്ടത് മുതൽ ഞങ്ങളിപ്പോൾ ഒരു തീരുമാനത്തിലെത്തി. ഞങ്ങളുടെ സംഘടന ഒരു യോഗം ചേർന്ന് തീരുമാനമെടുത്തു. ഈ വ്യക്തിക്ക് കൊണ്ടുപോയിട്ട് നേരിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം ഞങ്ങൾ തീരുമാനിച്ച് വടക്കഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്ന് ഇവിടെ എത്തി അദ്ദേഹത്തിന് കൈമാറി. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നന്ദിയുണ്ടെന്ന് നാസർ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകാം. സുഹൃത്തുക്കൾ കണ്ടെത്തിയ ഒരു വാടക കെട്ടിടത്തിലേക്ക് ക്യാമ്പിൽ നിന്ന് അദ്ദേഹം മാറി. ഈ ബസ് തൊഴിലാളികളുടെ സ്നേഹത്തെയും മനസ്സിനെയും ചേർത്തു പിടിച്ച്. അബിത്തിനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഓടിയ വാഹനങ്ങൾക്ക് AI ക്യാമറയുടെ 8ന്റെ പണി. മേപ്പാടി പഞ്ചായത്തിന് വേണ്ടി ഓടിയ ജീപ്പ് ഡ്രൈവർ ആബിദിന് 6000 രൂപയുടെ പിഴ നോട്ടീസാണ് ലഭിച്ചത്. മോട്ടോർ വാഹന വകുപ്പ് കനിയണം എന്നേ ഇവർക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുരന്തബാധിതരെ സഹായിക്കാനും പുനരധിവാസം ഉറപ്പാക്കാനും തലങ്ങും വിലങ്ങും ഓടുന്ന വാഹനങ്ങൾക്ക് കണക്കില്ല. വിവിധ വകുപ്പുകൾക്കു വേണ്ടി ഏറ്റെടുത്ത ജീപ്പുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഓടുന്നുണ്ട്. വാടക വീട് ലഭിച്ചവർക്ക് ക്യാമ്പിലുള്ള സാധനങ്ങളെല്ലാം കെട്ടിവെച്ച് അവിടേക്ക് പോകാനുള്ള സൗകര്യവും ഈ വണ്ടികളാണ്. ഇതെല്ലാം നിരീക്ഷിച്ച AI ക്യാമറ ഇരുട്ടടിയാണ് ഡ്രൈവർമാർക്ക് കൊടുത്തിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിനു വേണ്ടി 4 ജീപ്പുകളാണ് ഓടുന്നത്. ഡ്രൈവറായ ആബിദിന് 11 ദിവസങ്ങൾക്കിടെ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി 6000 രൂപയാണ് പിഴ വന്നിരിക്കുന്നത്. ക്യാമ്പിലേക്ക് ആളെ കൊണ്ടുപോയാലും അപ്പോൾ ലഗേജും അതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവരെ ഒന്നും കയറ്റണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആള് ഫ്രണ്ടിലൊക്കെ ഇരുന്ന് പോകുന്നുണ്ട്. അവരോട് കയറരുതെന്ന് ഞങ്ങൾക്ക് പറയാനും കഴിയുന്നില്ല. അതുകൊണ്ട് A ക്യാമറ അടിച്ചിട്ടുണ്ട്. എനിക്കൊക്കെ 6000 രൂപ ഇപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് RTO നമുക്ക് അതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തി തരണം എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. മുൻവശത്ത് കൂടുതൽ ആളുകൾ കയറിയതിനു വരെ പിഴ വന്നിട്ടുണ്ട്.
മോട്ടോർ വാഹന വകുപ്പ് പിഴ ഒഴിവാക്കി തരണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. 900 കണ്ടി വിനോദ കേന്ദ്രത്തിൽ ജീപ്പ് ഓടിച്ചിരുന്നവരാണ് കൂടുതൽ പേരും. ഈ ടൂറിസം കേന്ദ്രം അടച്ചിട്ടതോടെ ഉപജീവനം പ്രതിസന്ധിയിലായി. അപ്പോഴാണ് ഇങ്ങനെയൊരു AI ക്യാമറ പണികൂടി. വിപിൻ സി വിജയൻ, 24 വയനാട്. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തീരദേശവാസികളും മലയോര മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് ജയിൽ റോഡിലെ മരുന്ന് ശേഖരണ യൂണിറ്റിൽ തീപിടുത്തം. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, എന്താണ് കൂടുതൽ വിവരങ്ങൾ? സ്മിത, ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കോഴിക്കോട് പുതിയറ ജയിൽ റോഡിലെ ഒരു കെട്ടിടത്തിലാണ് മരുന്ന് ശേഖരണ കേന്ദ്രം, അതായത് മരുന്ന് ഗോഡൌൺ ആണിത്. ഈ കെട്ടിടത്തിന്റെ 3ാമത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് ഒപ്പം തന്നെ കസബ പോലീസും ചേർന്നാണ് തീ അണച്ചത്. നാശനഷ്ടങ്ങളുടെ കണക്ക് എത്രത്തോളം ഉണ്ട് എന്നത് ഇന്ന് രാവിലെ മുതൽ വിലയിരുത്തുകയുള്ളൂ. അതേസമയം തീപിടുത്തത്തിന്റെ കാരണവും വ്യക്തമല്ല. ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞത്. സ്മിത, മിഥില, അതിനകത്ത് ആളുണ്ടായിരുന്നോ? ആ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ആർക്കും പരുക്കില്ല എന്നാണ് നിലവിൽ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ ഗോഡൌണെല്ലാം അടച്ച ഒരു സമയമായിരുന്നു. മരുന്ന് ശേഖരണ കേന്ദ്രമാണ്. വലിയ തോതിൽ മരുന്ന് കത്തി നശിച്ചിട്ടുണ്ട്. അതിന്റെ നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നത് വരും മണിക്കൂറുകളിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അക്ഷയ എന്ന മരുന്ന് സംഭരണ കേന്ദ്രത്തിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. ഈ കെട്ടിടത്തിന്റെ 3ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. തീ വരുന്നത് കണ്ട്, പുക ഉയരുന്നത് കണ്ട് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഫയർഫോഴ്സും 2 യൂണിറ്റ് ഫയർഫോഴ്സും ഒപ്പം തന്നെ പോലീസും എത്തി ഏറെ നേരത്തെ ശ്രമഫലത്തിനൊടുവിലാണ് തീ അണച്ചത്. മരുന്ന് ശേഖരണ യൂണിറ്റാണ്. ഒരുപാട് മരുന്ന് അവിടെ സംഭരിച്ചിട്ടുണ്ടായിരുന്നു. ആ മരുന്നുകളെല്ലാം കത്തി നശിച്ചു എന്ന വിവരം തന്നെയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും നാശനഷ്ടങ്ങളുടെ കണക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വാർത്ത ആശ്വാസമാകുന്നു. ഒപ്പം തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി സഞ്ജയ് റോയിയുടെ നുണപരിശോധന ഇന്നുണ്ടാകും. ടെസ്റ്റ് കഴിഞ്ഞ ദിവസം നടത്താൻ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. അതേസമയം മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഉൾപ്പെടെയുള്ള മറ്റ് 6 പേരുടെ പരിശോധനകൾ പൂർത്തിയായി. സന്ദീപ് ഘോഷിനെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തു. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച കേസിലാണ് CBI കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പ്രതിഷേധം തുടരുകയാണ്. CISFും സംസ്ഥാന ആരോഗ്യ മന്ത്രാലയവുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചേരാൻ നിശ്ചയിച്ച മഹാ കൺവെൻഷൻ മാറ്റിവെച്ചു. മലയാളി ഹോക്കി താരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ നാളെ തിരുവനന്തപുരത്ത് നൽകാനിരുന്ന സ്വീകരണം മാറ്റിവെച്ചത് വകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണെന്ന് റിപ്പോർട്ടുകൾ. ശ്രീജേഷ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടർ ആയതിനാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് സ്വീകരണം ഒരുക്കാൻ മുൻകൈയെടുത്തത്. തിരുവനന്തപുരം നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈ സ്വീകരണ പരിപാടിയെക്കുറിച്ച് തന്നെ അറിയിച്ചില്ലെന്ന് കായിക വകുപ്പ് മന്ത്രിക്ക് പരാതിയുണ്ടായിരുന്നു. ഇതിന്റെ നീരസം മന്ത്രി മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നാണ് വിവരം. സ്പോർട്സ് കൗൺസിലിന്റെ പരിശീലകരും താരങ്ങളും പരിപാടിയിൽ പങ്കെടുക്കേണ്ടെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് സ്വീകരണ ചടങ്ങ് മാറ്റിവെക്കാനുള്ള തീരുമാനമെത്തിയത്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ശ്രീജേഷ് ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. പരിപാടി മാറ്റിവെച്ചതിനാൽ ഇന്ന് നാട്ടിലേക്ക് മടങ്ങാനും സാധ്യതയുണ്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് വീണ്ടും തെരച്ചിൽ. ആനടിക്കാപ്പ് സൂചിപ്പാറ മേഖലയിൽ രാവിലെ 6 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെയാണ് തെരച്ചിലുണ്ടാവുക. വിവിധ സേനാംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന 14 പേർ സംഘത്തിലുണ്ടാകും. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. വിപിൻ, കഴിഞ്ഞ ദിവസം ഉണ്ടായ യോഗത്തിൽ തീരുമാനമായതാണ്. അവർ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ തിരച്ചിൽ തുടരുന്നു. ഏത് ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ? തിരച്ചിൽ 6 മണിക്ക് തന്നെ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്.
ഈ ആനടിക്കാപ്പ് മേഖലയിലാണ് ഇപ്പോൾ ഇവർ ഇറങ്ങിയിരിക്കുന്നത്. 16 അംഗ സംഘമാണ് ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് ഉപകരണങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ആൾക്കാർ കൂടി കൂടെയുണ്ട്. കാരണം അവർ തന്നെ ഈ ഉപകരണങ്ങൾ കൂടി ചുമന്നു പോകുമ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ക്ഷീണിക്കുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനായി പ്രത്യേകം മറ്റൊരു സംഘം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള കോട ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ തിരച്ചിലിന് ഈ രാവിലെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടും. എങ്കിൽ പോലും അതിരാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 3:30 വരെയാണ് ഈ തിരയിൽ നടക്കുന്നത്. ഈ സൂചിപ്പാറ മേഖലയുടെ ആ വശത്തായിരിക്കും ഏറ്റവും കൂടുതലുള്ളൊരു തിരച്ചിൽ നടക്കുക. ഏകദേശം ഒരു 1.5 ആഴ്ചയായി തിരച്ചിൽ പേരിന് മാത്രമാക്കി ചുരുക്കിയിരുന്നു. കാരണം ഈ ഇവരുടെ ബന്ധുക്കൾ പറയുകയാണെങ്കിൽ ആ പ്രദേശത്ത് മാത്രം തിരയുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നത്. പക്ഷേ ചീഫ് സെക്രട്ടറിയുടെ ഒരു അടിയന്തര യോഗം ഇവിടെ കൽപ്പറ്റയിൽ വെച്ച് നടത്തിയിരുന്നു. ഈ അവലോകന യോഗത്തിലാണ് ബന്ധുക്കൾ സൂചിപ്പാറ മേഖലയിൽ വീണ്ടും തിരയണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇന്നലെ 14 അംഗ സംഘത്തെ നിയോഗിച്ചത്. NDRFിന്റെയും ഫയർഫോഴ്സിന്റെയും മറ്റ് സേനകളുടെയും ഒക്കെ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇതിനു മുൻപ് തിരച്ചിൽ നടത്തിയിരുന്ന റിപ്പൺ ടീമുകളിലുള്ള 8 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥൻ ചേരുന്നു. എങ്ങനെയാണ് ഇന്നത്തെ ഒരു തിരച്ചിൽ എങ്ങനെയാണ്? ഇന്നത്തെ തിരച്ചിൽ എന്ന് പറഞ്ഞാൽ 14 ആൾക്കാരാണ് ഇറങ്ങാൻ തീരുമാനിച്ചത്. അതിൽ ഫോറസ്റ്റ് പേര് 2 ആൾക്കാർ കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതിൽ വഴി കാണിക്കാനും കാര്യങ്ങൾക്കായിട്ട് അവർ താഴോട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ വളരെ ദുർഘടമായ വഴിയാണ്. എന്നാലും ഇപ്പം കുറേ കാലമായിട്ട് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ഉരുൾപൊട്ടലിന് ശേഷം തന്നെ കുറേ പ്രാവശ്യം ഇവിടുന്ന് ബോഡി ഇവിടുന്ന് തിരിച്ചെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഴി ഇപ്പം കുറേ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഇവിടുന്ന് എന്തെങ്കിലും ശരീരഭാഗങ്ങളോ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ തന്നെ അത് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ടാവും. ആലോചിച്ചിട്ടുണ്ട്. ഇന്നലത്തെ കളക്ടർ മീറ്റിംഗിൽ അതൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ എയർലിഫ്റ്റ് മുഖേന തന്നെ കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 24 പേരാണ് ടോട്ടൽ ഇറങ്ങിയിട്ടുള്ളത്. 8 പേര് പിന്നെ എക്യുപ്മെൻറ്റ്സുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 2 പേര് SOG, 2 പേര് ആർമി, 2 പേര് പിന്നെ 4 പേര് ഫോറസ്റ്റ്, 6 പേര് റിപ്പണിലെ ചാമ്പ്യൻസ് ക്ലബ്ബ് അവിടെ പോയി പരിചയമുള്ള 6 പേര് കൂടി ഉൾപ്പെടെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ സേനാ വിഭാഗവും ഇവിടെ തെരച്ചിൽ നടത്തി പരിചയമുള്ളവരും മാത്രമാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ, ആ ഏരിയയിൽ പരിചയമുള്ള ആളുകളും അതുപോലെ തന്നെ സേനാ വിഭാഗമാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് മാത്രമായിരിക്കുമോ എന്തെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇന്നലെ തീരുമാനിച്ചെടുത്ത് ഇന്ന് ഇറങ്ങി പിന്നെ ഇന്നത്തെ ദിവസം പൂർത്തീകരിക്കുക. 3:30 വരെയാണ് അവിടെ തിരയാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. MLA മുഖേന ഉള്ള ഒരു സിറ്റിംഗ് ആയിരുന്നു. അതിലെടുത്ത തീരുമാനം ഇതാണ്. അടുത്ത ദിവസം എന്ത് വേണമെന്നുള്ളത് ഇതുപോലെ തന്നെ മീറ്റിംഗ് കൂടി തീരുമാനിക്കും. ഇന്നത്തെ ഒരു നടപടികൾക്ക് ശേഷം. സ്മിത, ഇങ്ങനെയാണ് ഇപ്പോൾ ഇവർ തിരച്ചിലിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നലെ MLAയുടെ നേതൃത്വത്തിലുള്ള ഒരു യോഗം നടന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ 16 അംഗ സംഘം വീണ്ടും ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ജനകീയ തിരച്ചിലൊക്കെ ഏകദേശം ഒരു 1.5 ആഴ്ച മുൻപ് തന്നെ നിർത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചത് പ്രകാരം വ്യാപകമായ ഒരു തിരച്ചിൽ കൂടി ഈ ചൂരൽമല മേഖലയിൽ നടക്കുന്നു. ശരി, ഇന്നിപ്പോൾ തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 3:30 വരെയാണ് തിരച്ചിൽ ഉണ്ടാവുക. വിവിധ സേനാംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്ന കുറച്ചു പേരാണ് സംഘത്തിലുള്ളത്. വിപിൻ സി വിജയനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൊല്ലത്ത് INTUC ഔദ്യോഗിക വിഭാഗവും കോൺഗ്രസും തമ്മിൽ ഭിന്നത. കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടകനായ INTUC പരിപാടിയുടെ പോസ്റ്ററിൽ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന്റെ പേരും ചിത്രവുമില്ല. ശ്രദ്ധിച്ചില്ല എന്നാണ് DCC പ്രസിഡന്റിന്റെ വിശദീകരണം. വ്യവസായ നിലയിൽ ഇന്നും നൂറുകണക്കിന് കുടുംബങ്ങളിലെ പട്ടിണി മാറ്റാൻ ഉതകുന്ന കശുവണ്ടി വ്യവസായം, ആ വ്യവസായത്തിന്റെ സംരക്ഷണവും തൊഴിലാളികളുടെ പൂർണ്ണമായ സംരക്ഷണവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന്. സ്ഥലം കൊല്ലം ചിന്നക്കട. കശുവണ്ടി മേഖലയിലെ പ്രശ്നങ്ങൾക്കെതിരെയുള്ള INTUCയുടെ സമരവേദി. INTUC ദേശീയ അധ്യക്ഷൻ സഞ്ജീവ് റെഡ്ഡി മുതൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ വരെയുണ്ട് ഫ്ലെക്സ് ബോർഡിൽ. ഒരാളൊഴികെ INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരന്റെ ചിത്രമൊഴികെ ബാക്കിയെല്ലാം ഫ്ലെക്സ് ബോർഡിൽ കാണാം. ഇത്രത്തോളം തൊഴിലാളികളെ ഇവിടെ എത്തിച്ചുകൊണ്ട് ഈ പരിപാടി ഒരു വലിയ വിജയമാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച അവർക്ക് 5000 രൂപ സമാശ്വാസ വേതനമായി നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്ഘാടകൻ കൊടിക്കുന്നിൽ സുരേഷ് MP ആണ്. പരിപാടിയിൽ പങ്കെടുക്കുന്നത് DCC അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദും AICC അംഗം ബിന്ദു കൃഷ്ണയും അടക്കമുള്ളവർ. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന്റെ ചിത്രം എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന ചോദ്യത്തിന് പരിപാടിയിൽ പങ്കെടുത്ത DCC അധ്യക്ഷന്റെ മറുപടി ഇങ്ങനെ: ഞാൻ സത്യത്തിൽ പടം പോലും നോക്കിയില്ല. ഞാൻ എന്റെ പടം പോലും നോക്കുന്ന ആളല്ല.
എന്തായാലും അതിപ്പോൾ അനിയൻ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ചന്ദ്രശേഖരൻ്റെ പടമില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ജില്ലയിൽ കോൺഗ്രസിന് INTCയുടെ പേരിൽ 2 സംഘടനയുണ്ടോ? ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഒരു കാറ്റഗറിക്കൽ സംഘടന എന്നുള്ള നിലയിൽ, ഈ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ, അതിൻ്റെ ഉമ്മൻചാണ്ടി സാറ് സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മുന്നോട്ട് പോകുന്നു. 2 പ്രസിഡന്റുമാരില്ല. INTCയും കോൺഗ്രസിലെ ഒരു വിഭാഗവും തമ്മിൽ ജില്ലയിൽ തുടരുന്ന ഭിന്നതയുടെ തുടർച്ചയാണ് ഈ കണ്ടത്. വിഷയമെന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിലും INTCക്കുമിടയിൽ കൂടുതൽ സ്വരച്ചർച്ചയ്ക്ക് ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 24 കൊല്ലം. SYS യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഉണർത്ത് സമ്മേളനം ഇന്ന് തൃശൂരിൽ നടക്കും. സംഘടനയുടെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് റീജിയണൽ തിയേറ്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. SYSന്റെ കീഴിലുള്ള സന്നദ്ധ സംഘടനയായ പ്ലാറ്റൂൺ അംഗങ്ങളുടെ സംഗമത്തിന്റെ ഭാഗമായാണ് ഉണർത്ത് സമ്മേളനം നടക്കുന്നത്. ഉദ്ഘാടന സെഷനിൽ തൃശൂർ സോൺ സംഘാടക സമിതി ചെയർമാൻ പാലപ്പള്ളി മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൾ ഹക്കീം അസ്ഹരി ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി വൈകിട്ട് 4 മണിക്ക് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 1112 പ്ലാറ്റൂൺ അംഗങ്ങളുടെ റാലി ഉണ്ടാകും. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് റയൽ മാഡ്രിഡ് ഇന്നിറങ്ങും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ, ചെൽസി ടീമുകൾക്കും മത്സരമുണ്ട്. മയോർക്കയോട് സമനിലയിൽ കുരുങ്ങിയായിരുന്നു റയൽ മാഡ്രിഡിന്റെ ലാലിഗ സീസണ് തുടക്കം. കിലിയൻ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിംഗ്ഹാമും അടക്കമുള്ള വമ്പൻ താരങ്ങളുണ്ടായിട്ടും ജയിക്കാനാവാത്തത് നാണക്കേടായി. സാന്റിയാഗോ ബെർണബ്യൂവിൽ വയാഡോളിഡിനെതിരെ ആദ്യ ജയം നേടാമെന്ന പ്രതീക്ഷയിലാണ് നിലവിലെ ചാമ്പ്യന്മാർ. സ്പാനിഷ് ലീഗിലെ ആദ്യ ഗോൾ മോഹിച്ച എംബാപ്പയും ബൂട്ടുകെട്ടും. അതേസമയം പരിക്കേറ്റ് ജൂഡ് ബെല്ലിംഗ്ഹാം പുറത്തായത് തിരിച്ചടിയാണ്. രാത്രി 8:30-ക്കാണ് മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ജയം തുടരാനിറങ്ങുകയാണ് ലിവർപൂൾ. രാത്രി 9 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ബ്രൻഫോർഡ്. ആൻഫീൽഡിൽ മുഹമ്മദ് സലാഹ് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ഗോൾ മഴ തന്നെ പ്രതീക്ഷിക്കുന്നു ആരാധകർ. മാഞ്ചസ്റ്റർ സിറ്റിയോട് തോറ്റു തുടങ്ങിയ ചെൽസിയുടെ ലക്ഷ്യം ആദ്യ ജയം. ആഴ്സണലോട് തോറ്റെത്തുന്ന വൂൾസാണ് വൈകിട്ട് 6:30 നടക്കുന്ന മത്സരത്തിലെ ചെൽസിയുടെ എതിരാളികൾ. ജർമ്മൻ ലീഗിൽ ആദ്യ മത്സരത്തിനിറങ്ങുന്ന ബയൺ മ്യൂണിക്ക് രാത്രി 7-ന് വൂൾസ്ബർഗിനെ നേരിടും. സ്പോർട്സ് ഡെസ്ക് 24. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കലാകാരൻ കൊല്ലം സുധിയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിർമ്മിച്ച വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് ഇന്നുണ്ടാകും. ഫ്ലവേഴ്സ് ഫാമിലിയും 24 കണക്റ്റിന്റെയും ഇടപെടലാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനു പിന്നിൽ. ആംഗ്ലിക്കൻ സഭാ ബിഷപ്പ് റവറൻ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ സൗജന്യമായി നൽകിയ 7 സെന്റ് സ്ഥലത്ത് കേരള ഹോം ഡിസൈൻ ഫേസ്ബുക്ക് കൂട്ടായ്മയുമാണ് വീടൊരുക്കിയത്. മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച് കടന്നുപോയ കൊല്ലം സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു ഭവനം. എന്നാൽ അപ്രതീക്ഷിതമായി കയറി വന്ന അപകടം ആ സ്വപ്നങ്ങളെ മായ്ച്ചു കളഞ്ഞു. സുധിയോടുള്ള പ്രേക്ഷകരുടെ സ്നേഹത്തിനൊപ്പം 24 കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലിയും മുന്നിട്ടിറങ്ങിയതോടെ ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ചങ്ങനാശ്ശേരിക്കടുത്ത് തെങ്ങണ പ്ലാന്തോട്ടത്ത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കൊല്ലം സുധിയുടെ സ്വപ്നഭവനത്തിന് തറക്കല്ലിട്ടത്. എല്ലാ സൗകര്യങ്ങളുമുള്ള സ്വപ്നഭവനത്തിന് സുധിലയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. രാവിലെ താക്കോൽ കുടുംബത്തിന് കൈമാറും. തുടർന്ന് മറ്റ് ചടങ്ങുകൾ നടക്കും. ആംഗ്ലിക്കൽ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിലാണ് വീട് നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയത്. കേരള ഹോം ഡിസൈൻ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് വീട് നിർമ്മിച്ചത്. കൂടാതെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷനും വലിയ പിന്തുണയുമായി എത്തി. സഹായം ആവശ്യമുള്ളവരെയും സഹായിക്കാൻ സന്മനസ്സുള്ളവരെയും അണിനിരത്തിയുള്ള 24 കണക്റ്റിന്റെ ആദ്യ സംരംഭങ്ങളിലൊന്നാണ് സുധിയുടെ വീട്. ഇന്ന് നടക്കുന്ന ചടങ്ങുകളിൽ സിനിമാ രംഗത്തെ പ്രമുഖരടക്കമുള്ളവർ പങ്കെടുക്കും. 24 കോട്ടയം. പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.